ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ്. അതായത് ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ബേബി ഷവറിനാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു റൊമേനിയൻ കാരിയുടെയാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റൊമേനിയൻ ഫുഡായിരിക്കും, അവരുടെ രീതികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബേബി ഷവറിലെ ഈ കൗതുകമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? എനിക്കും ഉണ്ട് കേട്ടോ, എൻ്റെയും ഫസ്റ്റ് ടൈമാണ്. അപ്പം നമുക്കിത് ഒരുമിച്ച് പോയി കണ്ട് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബേബി ഷവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളില്ല, ആണുങ്ങളില്ല, ഇത് പെണ്ണുങ്ങളിൽ മാത്രം കൂടുന്ന ഒരു സംഭവമാണ്. അപ്പം ഗെയിംസും കാര്യങ്ങളും ഫുഡും ഒക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഒരു ഒക്കേഷനാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി കാണാം. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തി. ഇപ്പം നമ്മൾ ഡയപ്പർ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഈ ഡയപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡയപ്പർ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആദ്യത്തെ ഇതാണ്. ഇങ്ങനെ നമ്മൾ പാമ്പേഴ്സ് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരെണ്ണം കാണിച്ചു തരാം. ഒരു ഡയപ്പർ എടുക്കുക, അതിനെ റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് ടേപ്പ് വെച്ചിട്ട് അതിനെ ഒട്ടിക്കുക. ടേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല, അതും ഈ ഇവിടെ ആൺകുഞ്ഞാട്ടോ, ബേബി ബോയ് ആണ്. അപ്പം അതിന് വേണ്ടി എല്ലാ നീല സാധനങ്ങളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് 2 എണ്ണം റെഡിയായി. ബാക്കിയും കൂടെ ഞാൻ റെഡിയാക്കട്ടെ. കുറേ എണ്ണം വേണ്ടി വരും. ഇത് കണ്ടോ, ഇത്രയും ചെയ്യണം. അപ്പം ഞാൻ ഇത്രയും കൂടെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നടുക്ക് നമ്മൾ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. നടുക്ക് നമ്മൾ ഒരു ഓയിൽ, ബേബി ഓയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു സാധനം, ഇത് എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മൂക്കിലെ എന്താ പറയുമ്പോൾ നമുക്കിപ്പോൾ പനിയൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മ്യൂക്കസ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അമ്മമാർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നടുക്ക് വെക്കാൻ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് വേറൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അതിൻ്റെ അച്ഛനും അതിൻ്റെ അമ്മൂമ്മയ്ക്കും നമ്മൾ ഓരോ ടീഷർട്ട്സ് പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കൊളീഗിന് ഒരു ടീഷർട്ട് പ്രിൻറ്റിങ് ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി അമ്മൂമ്മയ്ക്കുള്ള ടീഷർട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. റൊമേനിയയിൽ അതിൻ്റെ അർത്ഥം ഗ്രാൻഡ് മദർ ഓഫ് 2 എന്നാണ്. കാരണം ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അമ്മൂമ്മയുടെ 2ാമത്തെ കൊച്ചുമോനാണ്. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ എഴുതിയത്. ഇനി ഈ ചെറിയ കുട്ടിയുടുപ്പില്ലേ, ഈ കുട്ടിയുടുപ്പിൽ നമുക്ക് ആ ന്യൂ ബോൺ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പം നമ്മൾ അമ്മൂമ്മയ്ക്ക് ആ ഷർട്ട് കൊടുത്തപ്പോഴത്തെ അമ്മൂമ്മയുടെ ഒരു സ്നേഹക്കണ്ണീരാണ്, ആനന്ദക്കണ്ണീരാണ് ആ കാണുന്നത്. പുള്ളിക്കാരിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനൊരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്കും. പിന്നെ ഇതൊരു ക്രാക്കർ കേട്ടോ. ആ ക്രാക്കറിൻ്റെ മുകളിൽ ആ ചീസ് തേച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഗെയിം സെക്ഷനിലോട്ട് കയറുകയാണ്. അതിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മോം ടു ബി അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും അവരുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ് കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതത്രയാണ് നമ്മൾ ഈ നിരത്തി വെക്കുന്നത്. അപ്പോൾ ഈ അമ്മ, അതായത് ഈ പ്രഗ്നൻ്റ് ആയ പുള്ളിക്കാരി പറയണം ഇത് ആരാണ് എന്നുള്ളത് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യണം. അതാണ് ഗെയിം. അങ്ങനെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അവർ നോക്കുന്നത് എൻ്റെ കേട്ടോ. കറക്റ്റായിട്ട് അവരെന്നെ കണ്ടുപിടിച്ചു. എളുപ്പമായിരുന്നു എൻ്റെത് കണ്ടുപിടിക്കാൻ. അങ്ങനെ ബാക്കിയൊക്കെ പുള്ളിക്കാരി നോക്കി കണ്ടുപിടിക്കുകയാണ്. കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഷേപ്പും നമ്മുടെ കൊച്ചിലത്തെ ഒരു ഷേപ്പും വെച്ചിട്ട് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള സംഭവമാണ്. പിന്നെ ഇത് രണ്ടാമത്തെ കളിയായിരുന്നു കേട്ടോ. ഇത് ബേബി പ്രഡിക്ഷൻസ്. അത് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ വന്നവരെല്ലാവരും എഴുതണം എന്തായിരിക്കും ബേബിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ്, അല്ലെങ്കിൽ ബോയ് ആയിരിക്കുമോ ഗേൾ ആയിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവർ സ്കാനൊക്കെ ചെയ്തിട്ട് അവസാനം കുഞ്ഞ് ജനിക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തെറ്റ് പറ്റാം. അപ്പോൾ നമ്മൾ എന്നാലും ആ ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ എഴുതി കൊടുക്കുന്ന സംഭവം അവർ നമ്മൾ കാർഡിലൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഈ പ്രഗ്നൻറ്റ് ലേഡി അല്ലെങ്കിൽ ഈ മോം ടു ബി പൊട്ടിച്ച് വായിക്കുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കും. അതുവരെ അവരിത് സൂക്ഷിച്ചു വെക്കണം. അതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത. ഇനി ഇത് മൂന്നാമത്തെ കളി. ഈ കളിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 ഫ്ലേവർ ബേബി ഫുഡാണത്. അപ്പോൾ അത് ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പറയണം. അപ്പോൾ അത് കമ്പൈൻഡ് ഫ്ലേവേഴ്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ ആപ്പിൾ ആൻഡ് പീച്ച് ആകും, അല്ലെങ്കിൽ കാരണം ഒറ്റ ഫ്ലേവേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഗസ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ഗസ് ചെയ്ത് വേണം പറയാനായിട്ട്. അപ്പോൾ പകുതി കറക്റ്റ് ആണെങ്കിൽ പകുതി പോയിന്റ്സ്. Yeah, she said it's combined. Have you numbered them? Yeah, we numbered. Apple and peach. That one, carrot. Carrot. Avocado. Carrots. Avocado. Okay. The foodie one. Okay, so corn. Corn. Carrots. Should we say carrot? Carrot. No, it's corn. Got it. ഇനി ഇത് നാലാമത്തെ കളിയാണ് കേട്ടോ. ഇത് ലാസ്റ്റ് കളിയാണ്. ഇതിലെന്ന് പറഞ്ഞാൽ പാസിഫയർ വായിൽ, അതൊരു പ്ലാസ്റ്റിക് പാസിഫയറാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് പാസിഫയർ വായിൽ വെച്ചിട്ട് മാക്സിമം ദൂരേക്ക് ഊതിയെറിയുക. അത് എത്രയും ദൂരെ പോകുന്നോ ഏറ്റവും ദൂരെ പോകുന്ന ആളായിരിക്കും അതിൻ്റെ വിന്നർ. Coming to my baby shower. I hope this will record. Oh my god, yes. Thank you so much. അപ്പോൾ നമ്മളുടെ ബേബി ഷവർ കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ചെറിയ പ്രസൻ്റൊക്കെ കിട്ടി. നമുക്ക് നോക്കാം എന്താണ് ഇതിലെന്ന്. ഞാനിതുവരെ നോക്കിയില്ല. ഫോർ യു എന്നൊക്കെ ടാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ പ്രസൻറ്റ്. ഇതൊരു ഷോ പീസാണ് കേട്ടോ. അപ്പോൾ
ഇപ്പോൾ കണ്ടല്ലോ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചെറിയ ഒരു വന്നതിൽ സന്തോഷം എന്നുള്ള രീതിയിൽ അവർ കൊടുത്തിരുന്നു. പിന്നെ എന്താ, അപ്പോൾ നമ്മളുടെ ഈ ബേബി ഷവർ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയം. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ എല്ലാവരെയും വീണ്ടും കാണാം. അതുവരെ ബൈ.